എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം നമ്മളൊന്ന് പുറത്തേക്ക് പോവാണ്. ഇപ്പം ശനിയാഴ്ച ഉച്ചയൊക്കെ കഴിഞ്ഞു. നമ്മൾ ടിപ്പു സുൽത്താൻ പാലസ് ഒന്ന് കാണാൻ പോയാലോ എന്ന് വിചാരിക്കുകയാണ്. ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല കാണാനായിട്ട്. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ബാംഗ്ലൂർ പാലസിൽ 1-2 തവണ പോയിട്ടുണ്ട്. ലാസ്റ്റ് പോയപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിനകത്തെ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് അകത്തെ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. ഇവിടെ ഇനി എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പം നേരെ നമുക്ക് അവിടെ പോവാം. മെട്രോയിലാണ് പോകുന്നത്. കാരണം എളുപ്പം അതാണ്. ബ്ലോക്കൊന്നും ഇല്ലാതെ അങ്ങ് എത്തും. മെട്രോയ്ക്ക് അകത്ത് തിരക്കാണ്. എന്നാലും റോഡിൽ കിടന്ന് അനുഭവിക്കേണ്ട പോലെ അനുഭവിക്കേണ്ട. അതുകൊണ്ട് മെട്രോയിൽ പോവാം. അപ്പം നമുക്ക് പോകാം. അപ്പം നമ്മളിപ്പം മെട്രോ എടുത്ത് മജസ്റ്റിക്കിൽ ഇറങ്ങി. അവിടെ നിന്ന് നമ്മൾ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിക്പേട്ട് പോയ അതേ സ്ഥലത്തേക്കാണ്. സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാഗത്തേക്കുള്ള മെട്രോ എടുത്ത് നമ്മൾ കൃഷ്ണരാജേന്ദ്ര മാർക്കറ്റ് എന്ന് പറയുന്ന സ്റ്റോപ്പിലാണ് ഇറങ്ങുന്നത്. അത് ഈ മജസ്റ്റിക്കിന് 2ാമത്തെ സ്റ്റോപ്പാണ്. ആദ്യത്തെ സ്റ്റോപ്പ് ചിക്പേട്ടും, 2ാമത്തേത് ഈ കൃഷ്ണരാജേന്ദ്ര മാർക്കറ്റാണ്. അവിടെ ഇറങ്ങണം. അവിടുന്ന് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ, കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ടിപ്പു സുൽത്താൻ പാലസാണ്. അത് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ ആ ഭാഗത്താണ് ഈ ടിപ്പു സുൽത്താൻ പാലസ്. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ചങ്ങോട്ട് നടന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെത്തും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ മഴ ചാറി, ചെറുതായിട്ട് മഴ തുടങ്ങി. പിന്നെ അതിനകത്തേക്കുള്ള ഇങ്ങനെയാണ് അതിൻ്റെ എൻട്രൻസ്. ഇത് നമ്മൾ അവിടെ വെച്ച് ഓൺലൈനിൽ അവരുടെ QR സ്കാൻ ചെയ്ത് 20 രൂപ, ഒരാൾക്ക് 20 രൂപയുള്ളൂ. 20 രൂപ പേ ചെയ്ത് ഒരു നമ്മുടെ എന്തെങ്കിലും ഒരു ID-യുടെ ഒരു നമ്പറും കൂടെ കൊടുത്ത് പേ ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് കയറ്റും. വേറെ വലിയ ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് കാണുന്ന ആ ഒരു 2 മുറിയും പിന്നെ മുകളിലത്തെ കുറച്ച് ഭാഗവും മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ഗാർഡൻ ഏരിയയും, അത്രയും ഭാഗമേ ഉള്ളൂ. അല്ലാതെ കുറേ ഒന്നും കാണാനൊന്നുമില്ല. ആ താഴത്തെ നിലയിൽ കാണുന്ന 2 മുറിക്കകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ഇരിപ്പുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് നമ്മുടെ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. ഇങ്ങനെ വലിയൊരു ഞങ്ങൾ നമ്മൾ ബാംഗ്ലൂർ പാലസിൽ പോകുമ്പോഴും അകത്ത് കയറി കഴിഞ്ഞാൽ കുറച്ചൊക്കെ കാണാനുണ്ട്. അപ്പം അതുപോലൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ടായിരിക്കും 20 രൂപയേ ഉള്ളൂ. പിന്നെ മുകളിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ നമ്മൾ ഒരു പാലസ് എന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചു പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണും എന്നുള്ള ഒരു ധാരണ കാണത്തില്ലേ. നമ്മൾ മൈസൂർ പാലസിൽ പോകുമ്പോഴായാലും ബാംഗ്ലൂർ പാലസിലൊക്കെ പോയപ്പോഴും അങ്ങനെയൊക്കെ കുറേ കാണാനുണ്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ആ 2 മുറിക്കകത്ത് എന്തോ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ ഈ ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്നവർക്ക് അറിയാമായിരിക്കുമേ. പിന്നെ അത് കഴിഞ്ഞ് മുകളിൽ ഇങ്ങനെ കുറച്ച് സ്ഥലം ഇങ്ങനെ. അപ്പോൾ അവിടെ റീൽസ് ചെയ്യാൻ കുറച്ച് പെൺപിള്ളേർ റീൽസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് നല്ല ഇങ്ങനെ പഴയ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടത്തില്ലേ.
20 രൂപയല്ലേ ഉള്ളൂ ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കയറി റീൽസൊക്കെ പിള്ളേർ ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. പിന്നെ മുകളിൽ കയറി ചുമ്മാ ഇങ്ങനെ എന്താ പറയുന്നത്, പഴയ ഒരു 4 കെട്ട് വീടിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലൊരു ഇതുണ്ട്. അല്ലാതെ ഒരു എന്താ പറയുന്നത്, ഒരു പാലസ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഇത് തോന്നിക്കുന്നില്ല. കയറി കാണേണ്ട വലിയൊരു നഷ്ടം. 20 രൂപയ്ക്ക് ഉണ്ടോയെന്ന് പോലെ എനിക്ക് ഡൗട്ടുണ്ട്. 20 രൂപയല്ലേ ഉള്ളൂ, പിന്നെ 100ഉം 200ഉം ഒന്നും വാങ്ങിക്കുന്നില്ലല്ലോ ഒന്നും കാണാനില്ല എന്നിട്ട് അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഞങ്ങൾ അതിൻ്റെ മുകളിൽ കയറി കുറേ ചുമ്മാ അവിടെ നടന്നു, അത്രേ ഉള്ളായിരുന്നു. പിന്നെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത്, കുറച്ച് ഗാർഡൻ ഏരിയ പോലും ഉണ്ട്. പക്ഷേ നമ്മൾ പൂക്കളൊന്നും വെച്ചിട്ടൊന്നുമില്ല അധികമൊന്നും, ഒരു തെറ്റിയോ അങ്ങനെയൊക്കെ ഉള്ളൂ. അങ്ങനെ പിന്നെ വൃത്തിയാക്കിയാണ് ഇട്ടിരിക്കുന്നത്, അത്രയൊക്കെ ഉള്ളൂ. ചുമ്മാ വന്നിരിക്കും പിള്ളേർക്ക് റീൽസ് ഒക്കെ എടുക്കാൻ 20 രൂപ. ഇതെന്താ തൂങ്ങി കിടക്കുന്നത്? ഇത് കൊള്ളായില്ലേ ബാക്ക്ഗ്രൗണ്ട്. ബാംഗ്ലൂർ മെഡിക്കൽ കോളേജാ. ശ്രീഹരി, എന്ത് തോന്നുന്നു ശ്രീഹരി? പോരാന്നല്ല, എന്താ പറയുന്നത്, അതുവഴിയൊക്കെ നടക്കാം കേട്ടോ, അതിന്റെ ഇടയ്ക്കൂടെ. അല്ല, ബാംഗ്ലൂർ പാലസ് വെച്ച്, ബാംഗ്ലൂർ പാലസ് ഇതിലും ഭേദമാണ്. 20 രൂപയുള്ള ഒരാൾക്ക്. പക്ഷെ കേറുമ്പോൾ തന്നെ ഓൺലൈനിലാണ് ബുക്കിംഗ് ഒക്കെ. ഡ്രൈവ് എന്തെങ്കിലും ID-യുടെ ഒക്കെ സംഭവം നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണം. 20 രൂപയ്ക്ക് ഒരാൾക്ക് 20 രൂപയ്ക്ക് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് 20 രൂപയേ ഉള്ളൂ. ടിപ്പു സുൽത്താൻ പാലസ്, ബാംഗ്ലൂർ പാലസ് ഇതും അകത്ത് ആകെപ്പാട് 2 റൂമേ കാണാനുള്ളൂ. ആ 2 റൂമിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിനകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. പിന്നെ മുകളിലൊക്കെ കറങ്ങി നടക്കാം. എനിക്കൊന്നും വേറെ എന്തോ ഇരിക്കുന്ന സംഭവം, എന്തൊരു സാധനം, പിന്നൊരു സിംഹത്തിന്റെ പോലൊരു സംഭവം, സിംഹത്തിന്റെ പോലുള്ള സംഭവം ആണോ? ഞാൻ കണ്ടില്ല. ഒന്നുമില്ല, ചെറിയൊരു എന്താ പ്രത്യേകത എനിക്കറിയില്ല. പക്ഷെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ടൂറ്, ഇങ്ങനെ വെക്കേഷൻ ഇല്ലേ? കുറച്ചേരുള്ളു. എന്നാലും എന്താ ഇതിനെ സംബന്ധിച്ച് ഇത് നമ്മളെ പോലെ എന്തുകൊണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടോ. കേട്ടിട്ടുണ്ട് ടിപ്പു സുൽത്താൻ പാലസ് എന്ന് ഇവിടെ. പക്ഷെ എന്താ ചുമ്മാ ഒന്ന് വന്ന് കണ്ടു നോക്കാന്ന് വിചാരിച്ചു. എന്തായാലും കുറെ നാളായില്ലേ. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ പാലസിന് ഇത് ചെയ്തു. പക്ഷെ അതിലും
ഇത് ടിപ്പു സുൽത്താൻ സമ്മർ പാലസ് അല്ലേ? ആണോ? സുൽത്താന്റെ പാലസ് അല്ലേ? കുറച്ചൊരു വലിപ്പൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. അത് മൈസൂരുള്ളതാണോ സമ്മർ പാലസ്? മൈസൂര് ഒരെണ്ണമുണ്ട്, എനിക്കറിയത്തില്ല ഇതിനെ പറ്റി. ചിലപ്പോ ടിപ്പു സുൽത്താൻ ഭയങ്കര സിമ്പിൾ ആയിരുന്നു, അങ്ങനെയായിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷേ ആർഭാടൊന്നും ഇഷ്ടമില്ലാത്ത ആളാണോ ചിലപ്പോ അങ്ങനെ ഒരു തോന്നാം. ഒരു പാലസിന്റേതായ ഒരു ചെറിയ വീട് അത്രേ ഉള്ളൂ. നമ്മള് ബാക്കിയൊന്നും കാണിക്കാം ഇല്ല, അത് തന്നെ ഇതായിട്ടിരിക്കല്ലേ, ഒരുമാതിരി ചെതലൊക്കെ പിടിച്ച്. മറ്റേതൊക്കെ ബാംഗ്ലൂർ പാലസിന്റെ അകമൊക്കെ ഇപ്പോഴും നല്ല വൃത്തിയാ ഇല്ലേ? ഒരു ഇതില്ല, ഒരു ഭയങ്കരമായിട്ട് പഴയതായിപ്പോയി. ഒരു എന്താ പറയാ, ഒരു കാണാനൊരു ഭംഗിയില്ല. മറ്റേതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ ഞാൻ മൈസൂരിനകത്ത് കയറി വ്ലോഗ് ചെയ്തിട്ടില്ല. മൈസൂരിന്റെ അകത്ത് ക്യാമറ കയറ്റുമായിരുന്നില്ലേ? നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. മൈസൂർ പാലസിന്റെ അകത്ത് കയറിയുള്ള വ്ലോഗ് ചെയ്തിട്ടില്ല. മൈസൂർ പാലസിനകത്ത് അപ്പൊ ഞാൻ മൈസൂർ പാലസിന്റെ അകത്ത് കയറുമ്പോഴൊന്നും ഞാൻ വ്ലോഗ് ചെയ്യത്തില്ലായിരുന്നു ആ ടൈമില്. പിന്നെ പോയപ്പോഴൊക്കെ പുറത്തു നിന്നേ ഉള്ളൂ. പക്ഷെ മൈസൂർ പാലസിനകത്തൊക്കെ കയറി കാണാനുണ്ട് കുറച്ച് അല്ലേ? ഭയങ്കര ഭംഗിയാ. ബാംഗ്ലൂർ പാലസ്, മൈസൂർ പാലസ്. ആക്ച്വലി ഈ ഏരിയയിലേക്ക് വരുമ്പം ഏറ്റവും നല്ലത് മൈസൂർ പാലസ് കാണുന്നതാ. ബാംഗ്ലൂർ പാലസ് ഈ പറയുന്ന പോലെ വലിയൊരു ഇതില്ല, അകത്ത് ക്യാമറ ഒന്നും കയറത്തില്ല. ഈ പാലസും വലിയ ഗുണമില്ല. പക്ഷെ മൈസൂർ പാലസും കാര്യങ്ങളും ഒക്കെ കാണേണ്ടത് തന്നെ. അങ്ങനെ അതൊരു മലയാളി ടീമാ, അവര് വെക്കേഷൻ വന്നാന്ന് തോന്നുന്നു. ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ഹിസ്റ്ററി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല ഹിസ്റ്ററി പ്ലേസ് ഒളിഞ്ഞിറന്നാലും നമുക്കത് ഫീൽ ചെയ്യും. ഫീൽ ചെയ്യുന്നില്ല. അതെന്താ വെച്ചാൽ അത് എടുത്ത് കാണിക്കുന്ന ഒന്നും ഇല്ല അവിടെ. എന്തെങ്കിലും ഇപ്പൊ അകത്തന്നെ മറ്റേ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന സാധനം, വീഡിയോ എടുക്കാൻ അനുവാദമില്ലാത്ത സാധനത്തിലും അതിലൊന്നും ഇല്ല. കാണാൻ മാത്രം കാണാനായിട്ടൊന്നും ഇല്ല. മേലെ കാലം ഉണ്ടാവും. നമുക്ക് നടക്കാവുന്ന അങ്ങോട്ട് സംഭവം. ഇതെന്താണ് സംഭവം? എന്തോ ഒരു കാര്യം. നമുക്ക് കെയർ മാർക്കറ്റിൽ പോയാലോ ശ്രീനി? പക്ഷേ കെയർ മാർക്കറ്റിൽ പോകണമെങ്കിൽ രാവിലെ പോകണം. പോയാലേ കാണാൻ പൂക്കളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷെ ശ്രീഹരി അതേതാ?
ശ്രീഹരി പരുന്തിരിക്കുന്നുണ്ടോ? ഇതാ അവിടെ പരുന്ത് മോളില് പരുന്തിരിക്കുന്നുണ്ടോ? സൂര്യകാന്തി കണ്ട സൂര്യകാന്തി പൂവുണ്ടോ? സൂര്യകാന്തി എന്താ അങ്ങോട്ട്, അപ്പൊ അതാ വെസ്റ്റില്ലേ, സൂര്യനനുസരിച്ച് തിരിയത്തില്ലേ? ആ, പൂവ് സൂര്യനനുസരിച്ച്, സൂര്യൻ കിഴക്കോട്ടല്ലേ വിരിയുന്നത്, അങ്ങനെ തിരിയുന്നല്ലേ പറയുന്നത്. ആ ശരി. അപ്പോൾ അങ്ങനെ നമ്മൾ ടിപ്പു സുൽത്താൻ പാലസൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷനായി. അവിടെ നിന്ന് നമ്മൾ നേരെ വീണ്ടും നമ്മൾ മജസ്റ്റിക്കിൽ നിന്ന് അവിടുന്ന് നമ്മൾ നേരെ മജസ്റ്റിക്, ഇവിടുന്ന് രണ്ടാമത്തെ സ്റ്റോപ്പാണ് മജസ്റ്റിക്. അവിടുന്ന് നമ്മുടെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് പോകും. അപ്പോൾ ഈ സമ്മർ പാലസ് ആക്ച്വലി ഈ ബാംഗ്ലൂർ ഇങ്ങനെ ഇത് വരുമ്പോഴത്തേന് എപ്പോഴും ഈ ടിപ്പു സുൽത്താൻ പാലസ്, ബാംഗ്ലൂർ പാലസ്, ടിപ്പു സുൽത്താൻ പാലസ്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് കാണാം. പക്ഷേ അത് ടിപ്പു സുൽത്താൻ പാലസ് ഒന്നും വലുതായിട്ടൊന്നും കാണാനൊന്നുമില്ല. ബാംഗ്ലൂർ പാലസ് പിന്നെയും കയറി കാണാനൊക്കെ ഉണ്ട്. പിന്നെ 20 രൂപ അല്ലേ ഉള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി, ഞങ്ങളുടെ മെട്രോ സ്റ്റേഷനിൽ ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും പൊരിഞ്ഞ കാറ്റും മഴയും, നല്ല കാറ്റും മഴയായിരുന്നു. ഞങ്ങൾക്ക് ആ മുകളിൽ നിന്ന് താഴോട്ടേ ഇറങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ കുറേ നേരം ആ ഒരു ബ്രിഡ്ജിൽ തന്നെ നിന്നു, കാരണം അതുപോലെ കാറ്റും മഴയായിരുന്നു. അവിടെ നിന്നപ്പോഴൊന്നും ചെറുതായിട്ടൊന്ന് ചാറി, പക്ഷെ ഇത്രമേൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിയൊന്നും അറിഞ്ഞില്ല ഇത്ര കാറ്റും മഴയും വരാൻ പോകുമെന്ന്. ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. ഞങ്ങൾ വിചാരിച്ച് നേരത്തെ എത്തിയല്ലോ, വലുതായിട്ടൊന്നും കാണാനില്ലാത്തൊന്നും നേരത്തെ വീട്ടിലെത്തി എന്നൊക്കെ വിചാരിച്ച. പക്ഷെ കുറേ നേരം നമ്മൾ മെട്രോ സ്റ്റേഷനിൽ തന്നെ ഇങ്ങനെ കാറ്റും മഴയും കൊണ്ട് നിന്നു. പക്ഷെ അത്രയും നനഞ്ഞതായിട്ട് തോന്നില്ല. നീ ഇത് നനഞ്ഞ് ഇതായിട്ടിരിക്കുന്നു, അതെന്താ? അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ മഴ ചാറിക്കൊണ്ടാണ് കയറിയത് ആ പാലസിലേക്ക്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി മെട്രോയിലിരിക്കുമ്പോൾ തന്നെ മഴ പെയ്തു തുടങ്ങി. ഇവിടെ ചെന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു. ഇത് കൃഷ്ണരാജേന്ദ്ര മാർക്കറ്റ് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്താണ്. അതിൽ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ് സൈഡ് എന്ന് പറഞ്ഞ ആ ഭാഗത്തേക്കുള്ള എക്സിറ്റിൽ ഇറങ്ങണം. എന്നിട്ട് അവിടുന്ന് അതിൻ്റെ തൊട്ടപ്പുറത്താണ് ടിപ്പു സുൽത്താൻ പാലസ്. പക്ഷേ കാണാനും വേണ്ടിയിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ പോലുള്ള ഞാൻ നേരത്തെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് പറഞ്ഞില്ല, അതുപോലെ കാണാൻ വേണ്ടിയിട്ട് ഒരു കുന്തവും ഇല്ല. 20 രൂപയുള്ള ഒരാൾക്ക്. ജസ്റ്റ് എന്താ പിന്നെ ഈ ഹിസ്റ്ററിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നവർക്ക് കയറി കണ്ട് ഓരോന്നൊക്കെ മനസ്സിലാകാൻ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനകത്തേക്ക് കയറി 2 മുറിയും പിന്നെ മുകളിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ.
ബാംഗ്ലൂർ പാലസ് ഇതിലും ഉണ്ട് കാണാൻ, പക്ഷെ അതിനകത്ത് ക്യാമറ അലൗഡ് അല്ല. ഇതിലും അതിനകത്ത് 2 റൂമിൽ ക്യാമറ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്, കയറ്റത്തില്ല. ബാക്കിയുള്ളിടത്ത് ബാക്കി ഒന്നുമില്ല. പിന്നെ ഗാർഡൻ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ വലിയ ഒരു ഗാർഡൻ ഒന്നുമില്ല. ബാംഗ്ലൂർ പാലസിൽ പിന്നെയും കുറച്ചുകൂടെ ഒക്കെ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിലെ ഈ രണ്ട് പാലസും ഇപ്പം ഞാൻ കണ്ടതിൽ എനിക്ക് വലിയൊരു ഇഷ്ടം മീൻസ് വലിയൊരു എന്താ പറയുന്നത്, ഒരു ഭംഗിയില്ല ആക്ച്വലി. കാണുമ്പം ഈ കർണാടക ഈ ഭാഗത്ത് മൈസൂർ പാലസ് ആണ് ആക്ച്വലി കാണാനൊരു എന്തെങ്കിലുമൊക്കെ ഉള്ളതും ഭയങ്കര നല്ലതും മൈസൂർ പാലസാണ്. അപ്പോൾ ഇത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ടിപ്പു സുൽത്താൻ പാലസ് എന്ന്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് പോവുക, അപ്പോൾ ചുമ്മാ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ മെട്രോ സ്റ്റേഷൻ തൊട്ടപ്പുറത്താന്ന് കണ്ടപ്പോഴത്തേനും പിന്നെ മെട്രോയിൽ അങ്ങ് പോയാൽ പോരെ, ഈ ബ്ലോക്കിൽ കിടന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് ഇവിടെ വന്ന് ഞങ്ങളുടെ അടുത്തുള്ള ആ ഉടുപ്പി കയറി ചായയും വടയും കഴിച്ചിട്ട് ഇപ്പോഴും മഴ ചാറിക്കൊണ്ടിരിക്കും. മഴ നനഞ്ഞ് ശ്രീഹരി അങ്ങ് ഭയങ്കരമായിട്ട് നനഞ്ഞ് പെട്ടെന്ന് ഞാനും നനയുകയൊക്കെ ചെയ്തു, പക്ഷെ എൻ്റെ അത്ര അറിയുന്നില്ല. ശ്രീഹരി കംപ്ലീറ്റ് അങ്ങ് നനഞ്ഞ് എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ശക്തിയിലുള്ള മഴയായിരുന്നു മെട്രോയിൽ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാറ്റുണ്ട്, ഇങ്ങനെ സ്പ്രേ ചെയ്ത് പോകുന്നതേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര ഒരു മഴ ഇല്ല. ഇങ്ങനെ ആദ്യം തുടക്കത്തിൽ കുറച്ചൊന്ന് നല്ലപോലെ പെയ്തു. ഇന്ന് നാളെ മഴ ഉണ്ടെന്നാണ് ഇന്നലെ ന്യൂസിലുണ്ടായിരുന്നു, ഇന്ന് നാളെ മഴ ഉണ്ടെന്ന് ഇവിടെ. പക്ഷെ ഞങ്ങൾ എന്തുകൊണ്ടോ കുട എടുത്തില്ല. കുഴപ്പമൊന്നുമില്ല, ആ ഫുട്പാത്ത് പറ്റി അങ്ങ് പോയാൽ മതി. ഫുട്പാത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ അത്രയും അറിയത്തില്ല, അത്രയും നമുക്ക് വെള്ളം വീഴത്തില്ല. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ കുറേ ഒരു വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എന്താ പറയുന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.